ഭഗവദ്ഗീത ശ്രീകൃഷ്ണോപദേശഗീത ആദ്യ പദം മുതൽ ധർമ്മത്തിലൂന്നിയ വേദവ്യാസ കവിത. ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. വേദവ്യാസ കവിത. ജീവിത വിജയം എന്നാൽ മനോവികാസമാണെന്നും മനുഷ്യ മനസ്സിനെ നമുക്ക് വികസിപ്പിച്ചെടുക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്നൊക്കെ നാം കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് 2 പോയിൻ്റ് എപ്പോഴും നമ്മൾ ഓർക്കണം. ഒന്ന്, മനോവികാസമാണ് ജീവിതത്തിൻ്റെ സുഖത്തിനും സന്തോഷത്തിനും ശക്തിക്കും അടിസ്ഥാനം. മനസ്സ് വികസിക്കാത്ത ഒരാൾക്ക് ഒരിക്കലും ജീവിതത്തിൽ യഥാർത്ഥ സുഖവും സന്തോഷവും സംതൃപ്തിയും കണ്ടെത്താൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം ക്ലിയറായി. ഇന്ന് മാനവരാശി അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും കാരണം മനസ്സ് വികസിക്കാത്തതാണ്. അപ്പം അവർ താൽക്കാലികമായ ഒരു ഇന്ദ്രിയ സുഖത്തെ അനുഭവിക്കുമ്പോൾ മനസ്സ് വികസിക്കാത്തത് കൊണ്ട് യഥാർത്ഥമായൊരു സുഖമെന്താണെന്നോ സന്തോഷമെന്തെന്നോ അവർക്ക് അറിയാൻ സാധിക്കുന്നില്ല. അവരുടെ മനസ്സ് വളരെ സങ്കുചിതവും പരിമിതവും വളരെ ഇടുങ്ങിയതുമാണ്. ഈ മനസ്സ് വികസിക്കുക, അതാണ് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ പ്രധാന ലക്ഷ്യം. രണ്ടാമത്തത്, മനസ്സിനെ വികസിപ്പിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നമ്മളിൽ ഉണ്ട്. ആ ശക്തി നമ്മളിലുണ്ട്. ഇത് രണ്ടും നിങ്ങളുടെ ഉള്ളിൽ നല്ലവണ്ണം ദൃഢമായി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് മാറ്റി മറിക്കാൻ സാധിക്കും. അപ്പോൾ എന്താണ് ഈ മനോവികാസമെന്നും എങ്ങനെയാണ് ഈ മനസ്സിനെ വികസിപ്പിക്കേണ്ടതെന്നും, അതായത് ഏത് സ്വാതന്ത്ര്യമാണ്, എങ്ങനെയുള്ള സ്വാതന്ത്ര്യമാണ് അതിന് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ നാം അറിയണമെങ്കിൽ നമുക്ക് സ്വയം അത് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഭഗവത്ഗീത പോലുള്ള ശാസ്ത്രങ്ങൾ നമ്മൾ പഠിക്കേണ്ടത്. കാരണം ഭഗവത്ഗീത മനോവികാസ മാർഗത്തെ കാണിച്ചു തരുന്ന അത്യുത്തമ ശാസ്ത്രമാണ്. അപ്പോൾ ഈ മനോവികാസം എന്നത് നമ്മളെ സംബന്ധിച്ച് സാധ്യമാകുന്നതാണെന്ന് മാത്രം മനസ്സിലാക്കിയത് കൊണ്ട് കാര്യമില്ല. അതിനുള്ള മാർഗവും കൂടി നമുക്ക് വളരെ വ്യക്തമായി അറിയണം. അപ്പം ആ മാർഗത്തെ നമുക്ക് കാണിച്ചു തരാൻ, നമുക്കതിനുള്ളൊരു ജിജ്ഞാസ ഉണ്ടാവാൻ, കാരണം ഇത്തരത്തിലുള്ള ജിജ്ഞാസ ഉണ്ടാവുക എന്നത് വളരെ പ്രയാസമാണ്. കൂടുതൽ ആളുകളും മുമ്പേ ഗമിച്ചീടിന് ഗോപുതൻ്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം എന്ന് പറഞ്ഞതുപോലെ ഈ സമൂഹം എങ്ങനെയാണോ ജീവിക്കുന്നത് ആ സമൂഹത്തിനനുസരിച്ച് നമ്മളും ജീവിക്കുന്നു. എല്ലാവരും നെട്ടോട്ടം ഓടുമ്പോൾ നമ്മളും നെട്ടോട്ടം ഓടുകയാണ്. എല്ലാവരും അവരവരുടെ ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി സ്വാർത്ഥരായി ജീവിക്കുമ്പോൾ നമ്മളും വിചാരിക്കുകയാണ് അതാണ് സുഖം. കള്ളു കുടിക്കുന്നവൻ്റെ കൂടെ എല്ലാവരും ചെന്ന് കള്ളു കുടിക്കാനാണ് ഓടുന്നത്. കാരണം അവൻ്റെ വിചാരം അവന് കള്ളുകുടിയിൽ സുഖം കിട്ടുന്നുണ്ടാവും, ഇവനും കള്ളു കുടിക്കാൻ പോകുന്നു. ഇങ്ങനെ കള്ള്, പണം, പദവി, സ്ത്രീ തുടങ്ങിയതിൻ്റെ പിന്നാലെ മനുഷ്യനങ്ങനെ ഓടുകയാണ്. ഇതൊക്കെയാണ് തൃപ്തി കിട്ടുന്ന, സന്തോഷം കിട്ടുന്നതെന്നുള്ള ഓട്ടം. നിങ്ങൾ കണ്ടിട്ടില്ലേ റോഡ് സൈഡിൽ പല ഈ അത്ഭുത മരുന്നുകളൊക്കെ അല്ലെങ്കിൽ പല സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വിൽക്കുന്നവരുണ്ടാവും. ഒറ്റ മരുന്ന് കൊണ്ട് സകല രോഗങ്ങളൊക്കെ മാറ്റുന്നത്. ഇപ്പോൾ ഒത്തിരി കുറവാണ്, പണ്ടുണ്ടായിരുന്നു. പലതരത്തിലുള്ള എണ്ണകളൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ റോഡ് സൈഡിൽ എല്ലാ രോഗത്തിനും ഇതാ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങും 1000 രോഗത്തിൻ്റെ പേര് പറയാം. എന്നിട്ട് ഈ എണ്ണ തേച്ചാൽ സകലം തീരുന്നതാണ്. എന്നിട്ട് അത് 10 പേര് വാങ്ങിക്കും. ആളുകൾ വിചാരിക്കും ഇത് എന്തൊരു അത്ഭുതം വരുന്ന, എല്ലാം ചാടി വീഴും. ഈ 10 പേര് ഇവൻ്റെ ആൾക്കാരാണേ. ഇവൻ ആദ്യമേ ഇവരെ ഏർപ്പാടാക്കിയിട്ടുണ്ടാവും ഇവരെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ പബ്ലിക്കിൻ്റെ മുന്നിൽ. എന്നിട്ട് അത് വാങ്ങിച്ച് ഇവൻ എന്നെ കൊണ്ടു കൊടുക്കും. ഈ പൊട്ടന്മാർ ജനങ്ങളത് അറിയില്ല. ജനങ്ങൾ എന്ത് വിചാരിക്കും, എല്ലാവരും മേടിക്കുന്നത് ഞാനും കൂടി മേടിച്ചേക്കാം, എന്തെങ്കിലും അതുകൊണ്ട് ഗുണം ഉണ്ടാവുന്നു. കാരണം വലിയ വലിയ മരുന്നൊക്കെ മേടിച്ച് കഴിക്കണേക്കാളും നല്ലത് ഇവൻ്റെ അടുത്ത് ഒരു 50 രൂപയുടെ ഒരു ഓയിൽ തേച്ചാൽ പ്രശ്നം തീരുന്നുണ്ടെങ്കിൽ പ്രശ്നം തീർന്നല്ലോ. ഇപ്പം ഇപ്പോഴൊക്കെ കുറഞ്ഞു. പണ്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം കുട്ടികളൊക്കെ വീണു പോകുന്നത് കുറേ കൂടി ഈ വീഡിയോ ഗെയിംസ്, ചെറിയ കുട്ടികൾ, അല്ലെങ്കിൽ പലതരത്തിലുള്ള അവരെ എൻ്റർടൈൻ ചെയ്യുന്ന സോഷ്യൽ മീഡിയകൾ, അതല്ലെങ്കിൽ ഇങ്ങനെ ലഹരി പാർട്ടികൾ, ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ കൂടുന്നു. രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം കൂടുന്നു. ഇതിലൊക്കെ നല്ലൊരു ശതമാനം യുവാക്കൾ ഈയാം പാറ്റകളെപ്പോലെ ചെന്ന് വീഴുകയാണ്. ഉറുമ്പിൻ്റെ പിന്നാലെ ഉറുമ്പ് പോകുന്ന പോലെ
പാറ്റയുടെ പിന്നാലെ പാറ്റ തീയിൽ ചെന്ന് വീഴുന്നത് പോലെ ഒരു മത്സ്യം ഇരയിൽ ചെന്ന് കുരുങ്ങിയാൽ അടുത്ത മത്സ്യം അതേപോലെ ഇരയായി ചെന്ന് വീഴുന്ന പോലെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അറവുശാലയിലൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു മൃഗം അങ്ങോട്ട് അറവുശാലയിൽ ചെന്ന് കൊടുക്കുമത്രേ. ഈ മഹാക്രൂരതയാണത്. രണ്ടാമത്തെ മൃഗത്തിന് മനസ്സിലാവും ഒരു രക്ഷയില്ല, ഇവൻ കൊല്ലു എന്നെയെന്ന്. പോയി തല അങ്ങോട്ട് വെച്ച് കൊടുക്കും, കാരണം കൂടുതൽ ക്രൂരത കാണിക്കേണ്ടെന്ന് വെച്ചിട്ട്. ഇതുപോലെ വിധിക്ക് കീഴടങ്ങുന്ന കുറേ ചാവാനായി ജനിച്ച, നശിക്കാനായി ജനിച്ച ഒരു മനുഷ്യ സമൂഹം. മനുഷ്യൻ പിന്നീടാണ് അറിയുന്നത് ഇതൊക്കെ എൻ്റെ ജീവിതത്തെ വഴിതെറ്റിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചൊരു വാർത്ത, ഒരു വീട്ടിൽ എല്ലാ സുഖ സൗകര്യങ്ങളുള്ള വീട്, ആ വീട്ടിൽ മകൻ, വിദ്യാഭ്യാസമുള്ള മകൻ, ഡിഗ്രി ഗ്രാജുവേഷൻ കഴിഞ്ഞ പുത്രനാണ്, അച്ഛനെ 26 വെട്ടും അമ്മയെ 36 വെട്ടും വെട്ടി കൊന്നിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്, 26-36 വെട്ടുമൊക്കെ. എന്നിട്ട് അച്ഛൻ്റെ ശരീരത്തിൽ ഈ മുറിവ്, വെട്ടുന്നതിൻ്റെ മുറിവ് കൊണ്ട് അച്ഛൻ പിടയുമ്പോഴുണ്ടല്ലോ, ഇവൻ എന്തോ ഈ കെമിക്കൽ എടുത്തിട്ട് ഒഴിക്കുകയാണ് അച്ഛൻ്റെ ശരീരത്തിൽ. വെന്തുരുകി വേദന കൊണ്ട് പുളഞ്ഞ് അങ്ങനെ മരിക്കുക. ആലോചിച്ച് നോക്കുക, ഒരു മകൻ്റെ കൈകൊണ്ട് മരിക്കാൻ, അതും വിദ്യാഭ്യാസമുള്ള ഒരു മകൻ്റെ കൈകൊണ്ട് മരിക്കാൻ. എന്തേ ഇങ്ങനെയൊക്കെയുള്ള ദുരിതങ്ങളും ദുരന്തങ്ങളും കേരളത്തിൽ വരുന്നത്? ഗവൺമെൻറ് എപ്പോഴും പറയും ഒറ്റപ്പെട്ട സംഭവമാണ്, ഒക്കെ ഒറ്റപ്പെട്ടതാണ്. കാരണം പാർട്ടിയെ ഒറ്റപ്പെട്ടിരിക്കുക. ഒറ്റപ്പെട്ട പാർട്ടികൾക്കേ ഒറ്റപ്പെട്ടതായിട്ട് തോന്നുള്ളൂ, കാരണം അവർക്ക് മനുഷ്യ സമൂഹത്തോട് എന്ത് പ്രതിബദ്ധതയുണ്ട്. ഇപ്പം ഇവിടെ നാം തിരിച്ചറിയണം, വഴിതെറ്റിപ്പോകുന്നൊരു സമൂഹം, അവരെ വഴിതെറ്റിക്കുന്നൊരു സമൂഹം. അപ്പം അതുകൊണ്ട് അവരെ നേർവഴിയിലേക്ക് നയിക്കണം എങ്കിൽ അതിന് മുതിർന്നവർ, ഞാൻ ആ വെട്ടും കുത്തൊക്കെ കൊണ്ട് അച്ഛനമ്മമാർ ചീത്ത പറയുള്ളൂ. കാരണം അവർ ശരിയായിട്ടുള്ള മാർഗദർശനം കൊടുത്തിട്ടില്ലേ കുട്ടികൾക്ക്. വെറും സ്കൂളിലും കോളേജിലും പണം ചെലവഴിച്ച് പഠിപ്പിക്കുകയാണ്. പക്ഷേ ഇവൻ്റെ മനസ്സൊരിക്കൽ തലതിരിയും, ഇവനൊരിക്കൽ അക്രമകാരിയാവും എന്നീ അച്ഛനും അമ്മയും അറിയുന്നില്ല. ഇവൻ ഈ മാരകമായ മയക്കുമരുന്നിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ, അത് കിട്ടാതെ വന്നാൽ പിന്നെ ഇവൻ അച്ഛനെന്നോ അമ്മയെന്നോ നോട്ടില്ല. ഇവന് പിന്നെ ആ മരുന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇവൻ പണത്തിന് വേണ്ടി ആരെ വെട്ടാനും ആരെ കൊല്ലാനും ഇവൻ തയ്യാറാവും. ഇത് തിരിച്ചറിയാനുള്ള കഴിവ് അച്ഛനമ്മമാർക്ക് നഷ്ടപ്പെട്ടു പോയി. അപ്പം അതുകൊണ്ട് ഇനിയും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ വരരുതെന്ന് ആഗ്രഹിക്കുന്ന അച്ഛന്മാർ, വിദ്യാഭ്യാസം മാത്രം പോരാ, മനോവികാസം കൂടി വേണം. മനസ്സ് അവനവൻ ആത്മസുഖവും അവനവൻ ആത്മശക്തിയും കണ്ടെത്താനുള്ള പ്രാപ്തിയിലേക്ക് ഉയർത്തണം. അതിനാണ് ഭഗവത്ഗീത പോലുള്ള കൃതികൾ പഠിക്കേണ്ടത്. അപ്പം അങ്ങനെ ഒരു ചിന്ത കുട്ടികളുടെ ഉള്ളിൽ വരണമെങ്കിൽ, അതിനവർക്ക് പ്രേരണയുണ്ടാവണമെങ്കിൽ, ഭഗവാൻ കൃഷ്ണൻ പറയുന്ന ചില കാര്യങ്ങൾ വളരെ അർത്ഥവത്താണ്. അതിനാണ് അച്ഛനമ്മമാരവർക്കൊരു പ്രചോദനമായി തീരേണ്ടത്. എനിക്ക് വളർന്നു വരുന്ന കുട്ടികളുടെ അച്ഛനമ്മമാരോട് പറയാനുള്ളത്, ഗീതയിലെ 4-ാം അധ്യായത്തിലെ 34-ാം ശ്ലോകം ഒന്ന് മനസ്സിരുത്തി വായിക്കുന്നത് നിങ്ങൾക്ക് നന്നായിരിക്കും. അല്ലെങ്കിൽ നാളത്തെ ഇരകൾ നിങ്ങളായിരിക്കും. ഇന്ന് നിങ്ങൾ ട്യൂഷന് കുട്ടികളെ പറഞ്ഞയക്കാൻ കാലത്ത് രാവിലെ എണീറ്റ് കാപ്പി ഉണ്ടാക്കി, അവർക്ക് പലഹാരം ഉണ്ടാക്കി, അവരുടെ വസ്ത്രം കഴുകിക്കൊടുത്ത് അയൺ ചെയ്തെല്ലാം തയ്യാറാക്കി, ടിഫിൻ ബോക്സ് തയ്യാറാക്കി അവർ സ്കൂളിൽ പറഞ്ഞയക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു സന്തോഷമാണ്. എൻ്റെ മകൻ പഠിക്കുന്നു, അവൻ്റെ പ്രോഗ്രസ് കാർഡ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് അഭിമാനമാണ്. നിങ്ങളങ്ങനെ സന്തോഷിച്ച് വന്ന് കോളേജിലെത്തി ആ കുട്ടി എങ്ങാനും ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് മാഫിയകൾക്ക് അടിമപ്പെടുമ്പോൾ, ആ കുട്ടിയുടെ കൈകൊണ്ട് തന്നെ നിങ്ങൾക്ക് വെട്ടേറ്റ് നിങ്ങൾ ഇഞ്ചിഞ്ചായി തുണ്ടമായി മരിച്ചു വീഴുമ്പോൾ, അന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വിദ്യാഭ്യാസം മാത്രമേ കൊടുത്തുള്ളൂ, എൻ്റെ കുട്ടിയുടെ മനസ്സ് വികസിപ്പിക്കാനുള്ള വഴികൾ പറഞ്ഞു കൊടുത്തില്ല. അന്ന് വെട്ടേൽക്കുന്ന സമയത്ത് ഇത് ചിന്തിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് ഇനിയൊരു അമ്മയും അച്ഛനും വെട്ടേൽക്കാതിരിക്കണമെങ്കിൽ, ഇനി നമ്മുടെ കുട്ടികളെ ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് മാഫിയകൾ പിടികൂടാതിരിക്കണമെങ്കിൽ, അവർക്ക് വേറൊരു മനസ്സിൻ്റെ വികാസത്തിൻ്റെ വഴി, അതായത് മനസ്സിന് സന്തോഷം കിട്ടുന്ന, മനസ്സിന് ഒരു ഊർജ്ജം കിട്ടുന്ന, കാരണം ഈ മയക്കുമരുന്നിലേക്ക് എന്തിനാണ് പോകുന്നത്? മനസ്സിൻ്റെ സന്തോഷത്തിനും മനസ്സിൻ്റെ ഒരു ഊർജ്ജത്തിനുമാണ്. അത് തരുന്നൊരു മാനസികമായ ഉന്മേഷമുണ്ട്. അല്ലാതെ ദുഃഖമാണ് തരുന്നെങ്കിൽ ആര് മയക്കുമരുന്നിൻ്റെ പിന്നാലെ പോവും? അപ്പം ഇത്തരത്തിൽ കുട്ടികളുടെ മനസ്സിന് സന്തോഷവും ഒരു ഉത്സാഹവും ഉന്മേഷവും ഒക്കെ കിട്ടാൻ അതിന് വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ? അതിനെന്താണ് ഒരു വഴി? അതിനാണ് അച്ഛനമ്മമാർ പ്രചോദനമാവേണ്ടത്. അതുകൊണ്ട് ഈ ശ്ലോകം നമുക്കൊന്നുകൂടി വായിക്കാം, എന്നിട്ട് നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാം ഉപദേശന്തി തേ ജ്ഞാനം
ജ്ഞാനിന തത്വദർശിന. ഭഗവാൻ കൃഷ്ണൻ ഇവിടെ പറയുന്ന രണ്ട് പ്രധാന കാര്യങ്ങളുണ്ട്. ഒന്ന് പരിപ്രശ്നേന, രണ്ട് സേവയ. പരിപ്രശ്നേന സേവയ, ഈ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരാളിൽ ജിജ്ഞാസ രൂപപ്പെടുന്നത്, അറിയാനുള്ള താല്പര്യം രൂപപ്പെടുന്നത് പലപ്പോഴും നമ്മൾ ചില കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ, അപ്പം നമുക്കത് എന്തിനാ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വരും. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ അച്ഛനമ്മമാർ പല കഥകളിലൂടെയോ അല്ലെങ്കിൽ പല തരത്തിലുള്ള അവർക്കുള്ള ഉപദേശങ്ങളിലൂടെയൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ കുട്ടികളെ വളർത്തുമ്പോൾ അവർക്ക് പല ചോദ്യങ്ങളും മനസ്സിലുണ്ടാകും. ഇപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ കൂടുതൽ നിങ്ങൾക്ക് അങ്ങനെ തിയറികൾ പഠിപ്പിക്കില്ല, കാര്യം പറയാം. അതായത് നിങ്ങൾ കുട്ടികളെ കുട്ടിക്കാലം മുതൽ അമ്പലത്തിൽ കൊണ്ടുപോകുന്നു. അപ്പം അമ്പലത്തിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഉദാഹരണത്തിന് ശിവക്ഷേത്രം, ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് പറയുന്നത്. അപ്പം നമ്മൾ സാധാരണ അമ്പലത്തിൽ പോകുമ്പം ചുറ്റും പ്രദക്ഷിണം വയ്ക്കും. എന്നാൽ ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ അതിൻ്റെ ഓവ് വരെ പോയി അവിടെ തിരിച്ചു വന്ന് വീണ്ടും ഇപ്പുറത്തോടെ ഓവ് വരെ പോയി തിരിച്ചിങ്ങോട്ട് വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ ചോദ്യം വരും, എന്തിനാണ് ഈ ശിവക്ഷേത്രത്തിൽ ഇങ്ങനെ ചെയ്യുന്നത്? അപ്പം അച്ഛനും അമ്മയും പറയും ഓവ് മുറിച്ച് കിടക്കരുത്. അപ്പം എന്താ ഈ ഓവ് മുറിച്ച് കിടന്നാൽ? ഗംഗയെ മുറിച്ച് കിടക്കരുത്. അപ്പോൾ ഗംഗയെ മുറിച്ച് കിടന്നാൽ എന്താണ് ദോഷം? അപ്പം അങ്ങനെ നിന്നു ആ കുട്ടിക്കാലം. പിന്നെ നമ്മൾ വലുതാകുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഗംഗയെ മുറിച്ച് കിടക്കാതെ ആളുകൾക്ക് ഹിമാലയത്തിൽ ജീവിക്കാൻ പറ്റില്ല. കാരണം ഗംഗാനദിക്ക് കുറുകെ എത്ര പാലങ്ങളാണ്. അപ്പോൾ ഗംഗയെ മുറിച്ച് കിടന്നാൽ ഗംഗയ്ക്ക് പരാതിയില്ലല്ലോ. അപ്പോൾ ഇവിടെ ഈ ശിവക്ഷേത്രത്തിൽ എന്താ പ്രശ്നം? അപ്പോൾ നമുക്കതിനെ കൂടുതൽ അറിയാനുള്ള ജിജ്ഞാസ വന്നു. എങ്കിൽ ഇതിനെക്കുറിച്ചൊന്ന് അറിയണം. ആരോട് ചോദിക്കും? പരിപ്രശ്നേന. ഈ പ്രശ്നം ആരോട് ചോദിക്കും? ജ്ഞാനിന തത്വദർശിന, തത്വദർശികളായ ആളുകളോട് ചോദിക്കും. അതായത് ഇതിനെക്കുറിച്ച് അറിയാൻ നമ്മൾ എവിടെയെങ്കിലും ഇപ്പോൾ ആചാര്യന്മാർ സത്സംഗം നടത്തുന്നുണ്ട്, ആ ആചാര്യനോടൊന്ന് പോയി ചോദിക്കാം. നിങ്ങൾ കേട്ട് കാണും, പല സ്ഥലങ്ങളിലും സപ്താഹങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കണ്ടു കാണും നിങ്ങൾ പലരും ചോദിക്കുന്നത് ആചാര്യന്മാരോട്, ഇതെന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്. കാരണം അവർ പല കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ ഉള്ളിൽ രൂപപ്പെടുന്ന സംശയങ്ങൾ ആരോടെങ്കിലും ചോദിക്കണം. ഇന്നാണെങ്കിൽ നമുക്ക് സംശയങ്ങൾ ദൂരീകരിക്കാൻ ഗൂഗിൾ പോലുള്ള സംവിധാനങ്ങളുണ്ട്, ആചാര്യന്മാർ ധാരാളമുണ്ട്, സംവിധാനങ്ങളുണ്ട്. എന്നിട്ടും നമ്മുടെ കുട്ടികൾ ഇത്തരം കാര്യങ്ങളിലേക്ക് വരുന്നില്ല എങ്കിൽ അവർക്ക് ആ സേവ എന്ന് പറഞ്ഞാൽ അത്തരം കാര്യങ്ങൾ ചോദിക്കാനുള്ളൊരു പ്രേരണ ഒരുക്കുന്ന, അവർക്ക് പ്രചോദനമാകുന്ന വഴികളാരും കാണിച്ചു കൊടുക്കുന്നില്ല. ഇന്നിപ്പോൾ അച്ഛനമ്മമാർ കുട്ടികളെ അമ്പലങ്ങളിലൊക്കെ കൊണ്ടുപോകുന്നത് ചുരുങ്ങുന്നു. അമ്പലങ്ങളിൽ കൊണ്ടുപോകുന്നുണ്ട്, ഒരു മാസത്തിലൊരിക്കലും എപ്പോഴെങ്കിലും കൊണ്ടുപോകും. ഇതൊരു കൾച്ചറാക്കി മാറ്റൂ. എല്ലാ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ നിങ്ങൾക്കിപ്പോൾ വർക്കിംഗ് ഡേയ്സിൽ പോകാൻ പറ്റില്ലെങ്കിൽ സാറ്റർഡേ സൺഡേ പോകും. അതും അല്ലെങ്കിൽ രാവിലെ എണീറ്റ് അവരുടെ കൂടെ കുറച്ച് സാധന ചെയ്യും, പ്രാണായാമം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ആ കുട്ടികൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാനുള്ള ജിജ്ഞാസ. കഴിഞ്ഞ ദിവസം ഞാൻ പ്രാണായാമത്തെക്കുറിച്ച് കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഒരു കുട്ടി എന്നോട് ചോദിക്കുകയാണ്, അല്ല നമ്മൾ നോർമലി ബ്രീത്ത് ചെയ്യുന്നുണ്ടല്ലോ, ഇനി അതിൻ്റെ കൂടെ ഒരു പ്രാണായാമം എന്നുള്ളൊരു ബ്രീത്തിങ്ങിൻ്റെ ആവശ്യം എന്താണെന്ന്. വളരെ ജെനുവിനായിട്ടുള്ളൊരു ചോദ്യം. നമ്മളിപ്പോൾ നാച്ചുറലി നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി എന്തിനാ പ്രാണായാമം എന്നൊരു ഇത്? ഉടനെ ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, നമ്മൾ സാധാരണ ബ്രീത്ത് ചെയ്യുമ്പോൾ, സാധാരണ നോർമൽ ബ്രീത്തിങ്ങിൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഉള്ളിൽ അവയവങ്ങളുണ്ട്, അതുപോലെ തന്നെ സെല്ലുകളുണ്ട്. ഇതിനൊക്കെ വേണ്ട ഓക്സിജൻ അതിൽ നിന്ന് എടുക്കുന്നു. പക്ഷെ പലപ്പോഴും നമ്മുടെ ബ്രെയിനിലേക്ക് വേണ്ട ഓക്സിജൻ അതിൽ നിന്ന് കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മൾ ബ്രെയിൻ വേണ്ട വിധത്തിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. നേരെ മറിച്ച് നമ്മൾ പ്രാണായാമം ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു കുട്ടിയോട്, ഒരു മൂക്കിലൂടെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് ആ മൂക്കിലൂടെ എടുത്ത ശ്വാസം ശരീരത്തിൽ വ്യാപിച്ച് മറ്റൊരു മൂക്കിലൂടെ അത് പുറത്തു പോകുന്നു. നമ്മുടെ നട്ടെല്ലിൽ 2 നാഡികളുണ്ട്, അതിന് ഇടയെന്നും പിങ്കളയെന്നും. അപ്പോൾ ഒന്ന് ഇടതുവശത്തും ഒന്ന് വലതുവശം. അപ്പം നമ്മൾ ഉള്ളിലേക്ക് ശ്വാസം എടുക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലേക്ക് ഉള്ളിലേക്ക് അങ്ങനെ തണുത്ത വായു കയറി ചെല്ലുന്നു, ഉള്ളിൽ നിന്ന് ചൂടുള്ള വായു പുറത്തേക്ക് പോകുന്നു. അപ്പം നമ്മൾ പ്രാണായാമം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ശ്വാസത്തെ കുറച്ച് നേരം പിടിച്ചു നിർത്തുമ്പോൾ ഈ ഇടയ്ക്കും പിങ്കളയ്ക്കും നടുവിലൊരു നാഡിയുണ്ട്, നെർവസ് സിസ്റ്റമുണ്ട്. നെർവ് നല്ലതിന് പറയാം നാഡി എന്നാണ്, പക്ഷെ നമുക്ക് വേറെ ഭാഷയില്ലാത്തതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്നത് മാത്രം. അതുകൊണ്ട് ഇത് അറിയുന്നവർ തെറ്റിദ്ധരിക്കരുത്, ഞാൻ നെർവെന്ന് പറയുന്നത് നെർവല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതിനെ നാഡി എന്നാണ്. നാഡിക്ക് നെർവെന്ന് വിളിക്കാൻ പറ്റില്ല, കാരണം നാഡികൾ കണ്ണുകൊണ്ട് പോലും ഉപകരണങ്ങളെ കൊണ്ട് പോലും കാണാൻ പറ്റില്ല.
അത്ര കണ്ണുപോട്ടെ ഉപകരണങ്ങളെ കൊണ്ട് പോലും ഇന്ന് കാണാൻ പറ്റാത്ത ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഏതായാലും ആ 2 നാഡികൾക്ക് നടുവിൽ സുഷുപ്നാ നാഡി എന്നൊരു നാഡി. ഈ സുഷുപ്നാ നാഡി ആക്റ്റീവായിട്ട് അത് നമ്മുടെ ബ്രെയിനിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അത് സ്പൈനലിലൂടെ വന്ന് ബ്രെയിനിലേക്ക് കണക്ട് ചെയ്ത് ബ്രെയിനിനെ ആക്റ്റീവ് ആക്കുന്നു. ഈ പ്രാണായാമം ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ സിസ്റ്റത്തെ അല്ലെങ്കിൽ മനസ്സിനെയും ബുദ്ധിയെയും വികസിപ്പിക്കാൻ. അതിന് വികസിപ്പിക്കണമെങ്കിൽ നമുക്കതിനൊരു ഊർജം കൊടുക്കേണ്ടതുണ്ട്, ഉണർവ് വരുത്തേണ്ടതുണ്ട്, ഉന്മേഷം വരുത്തേണ്ടതുണ്ട്. ആ ഉണർവും ഉന്മേഷവും വരുത്താൻ നമുക്ക് ഊർജം കൂടിയേ കഴിയും. ഞാൻ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ കുട്ടി പറഞ്ഞു, ഓ ഇത്രയൊക്കെ ഉണ്ടോ അതിൻ്റെ ഉള്ളിലെന്ന്, ഇത്രയൊക്കെ മനസ്സിലാക്കാനുണ്ടോ എന്ന്. കാരണം ആ കുട്ടിക്ക് പോലും മുഴുവൻ മനസ്സിലാവുന്നില്ല. അപ്പോൾ അത്രയൊക്കെ കാര്യങ്ങളുണ്ടെന്ന് ആ കുട്ടിയുടെ തലയിലേക്ക് ഞാൻ ഇടുമ്പോൾ കുട്ടിയുടെ ഉള്ളിൽ നിന്നും മനസ്സിലാവും, ഇത്രയും കാര്യങ്ങൾ ഇനിയും പഠിക്കാണ്ട് എനിക്കിനിയും മനസ്സിലാക്കാണ്ട് ഞാനൊന്നും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഈ ആ കുട്ടിയുടെ ഉള്ളിലുള്ള ചോദ്യത്തിന് ഇനിയും ഉത്തരങ്ങൾ കണ്ടെത്തി അതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്താൻ അതൊരു പ്രേരണയും പ്രചോദനവുമായി തീരണം. ഈ തരത്തിൽ നമ്മുടെ കുട്ടികളെ നമുക്ക് ചെറുപ്പത്തിൽ തന്നെ ഈ ക്ഷേത്രങ്ങളിലൊക്കെ കൊണ്ടുപോകുമ്പോൾ കഥകൾ പറയുന്നു. ഈ കഥകളൊക്കെ പറയുമ്പോൾ നിങ്ങൾ പല കഥകളും കോൺട്രഡിക്ഷൻ. ഇപ്പം നോക്കൂ, നമ്മൾ കൃഷ്ണനെ കാണാൻ പോകുമ്പോൾ കൃഷ്ണൻ്റെ കയ്യിൽ 4 കൈകളുള്ള വിഗ്രഹങ്ങളാണ് മിക്കവാറും അമ്പലങ്ങളിൽ. ചതുർഭുജധാരിയായിട്ടുള്ള വിഷ്ണുവിൻ്റെ രൂപമാണ്. നിങ്ങളിപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയി കഴിഞ്ഞ് ഗുരുവായൂർ ഉണ്ണിക്കണ്ണ, ആടുണ്ണി, പാടുണ്ണി, ചാടുണ്ണി, ഉണ്ണിയുടെ കയ്യിൽ വെണ്ണയാണെന്നൊക്കെ പറയുമ്പോഴും സത്യത്തിൽ ഉണ്ണിയുടെ കയ്യിൽ വെണ്ണയല്ല. ഉണ്ണിയുടെ കയ്യിൽ ചതുർഭുജധാരിയായിട്ടുള്ള വിഷ്ണുവിൻ്റെ വിഗ്രഹമാണ് അവിടെ ഇരിക്കുന്നത്. ആ ചതുർഭുജധാരി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ശംഖചക്ര ഗദാപത്മമാണ്, മഹാവിഷ്ണുവിൻ്റെ രൂപമാണ്. അല്ലാതെ വെണ്ണ പിടിച്ച കൃഷ്ണനൊന്നല്ല ഗുരുവായൂരിലിരിക്കുന്നത്. പക്ഷെ അത് അവിടുത്തെ തിരുമേനി അവിടെ ദിവസവും ഒരു ചന്ദനച്ചാർത്ത് ചെയ്യുമ്പോൾ അങ്ങനെ കണ്ണൻ്റെ കയ്യിൽ വെണ്ണയായിട്ടും ഓരോ രൂപങ്ങൾ അവരുടെ മനസ്സിൽ തോന്നുന്നതനുസരിച്ച് അവരങ്ങനെ ചന്ദനം കൊണ്ട് രൂപപ്പെടുത്തുകയാണ്. അന്നത്തെ ആചാര്യൻ ആരാണോ ആ ആചാര്യൻ്റെ മനോസങ്കല്പപ്രകാരം അല്ലെങ്കിൽ മനോഭാവന പ്രകാരം അവർ ആ രൂപത്തെ ചന്ദനത്തിൽ രൂപപ്പെടുത്തുന്നു. അത്രയേ ഉള്ളൂ. പക്ഷേ യഥാർത്ഥ രൂപം എന്ന് പറയുന്നത് ശംഖചക്ര കൃതാരു പത്മമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അപ്പോൾ ആ കുട്ടി ചോദിക്കും, കണ്ണൻ്റെ കയ്യിൽ വെണ്ണയല്ലേ, അപ്പോൾ ആരാണ് ഈ വിഷ്ണു, ആരാണ് കൃഷ്ണൻ, കൃഷ്ണനും വിഷ്ണു ഒന്നാണോ? അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്കറിയില്ല. അപ്പം അതിനാണ് സത്സംഗമേ വലഭതേ, സത്സംഗങ്ങൾക്ക് കുട്ടികളെ കൊണ്ടുപോകണം. അതിന് സപ്താഹങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു തരാൻ കഴിവുള്ള ആചാര്യന്മാരെ അടുത്തുപോയി നമ്മൾ കുട്ടികൾക്ക് ഈ ഒരു അറിവിനെ പ്രദാനം ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുമ്പോഴാണ് അവർക്ക് അവരനുഷ്ഠിക്കുന്നതിൽ ആത്മാർത്ഥത വരിക. എന്തിനാണ് ജപിക്കുന്നത്? ഇപ്പം നിങ്ങൾ കുട്ടികളോട് നാമം ജപിക്കാൻ പറഞ്ഞാൽ അവർ നിങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി ജപിക്കും. എന്നാൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ഈ ജപം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്തിനാണ് നമ്മൾ ജപിക്കുന്നത്. ഇപ്പം നമ്മളിങ്ങനെ മന്ത്രങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത്, ഒരേ മന്ത്രം അങ്ങനെ ജപിക്കുന്ന സമയത്ത്, കോൺസ്റ്റൻ്റ്ലി ജപിക്കുന്ന സമയത്ത് നമ്മളെന്താ ചെയ്യുന്നത്? മനസ്സിനെയും ബുദ്ധിയെയും ചേർത്ത് വെക്കുകയാണ്. അപ്പോൾ കുട്ടിക്ക് അറിയില്ല ഇതെന്താ ഈ മനസ്സ് ബുദ്ധി. അതായത് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കി തരുന്നത്, ബോധ്യപ്പെടുത്തി തരുന്നത് ബുദ്ധിയാണ്. പക്ഷേ ബുദ്ധിക്ക് അത് മനസ്സിലാക്കി തരണമെങ്കിൽ മനസ്സിന് അത് പഠിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് വേണം. അപ്പോൾ ഓർമ്മ തരുന്നത്, മനസ്സിലായി എന്ന് പറയുന്നത് ബുദ്ധിയും അതിനുള്ള ഇൻട്രസ്റ്റ് തരുന്നത് മനസ്സുമാണ്. മനസ്സിന് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ബുദ്ധിക്കൊന്നും പഠിക്കാൻ പറ്റില്ല. ഇപ്പോൾ ക്ലാസ്സിൽ തന്നെ കുട്ടികൾ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ ഇരിക്കുകയാണെങ്കിൽ അധ്യാപകനോ അധ്യാപികയോ പറയുന്നത് കേൾക്കില്ലേ കുട്ടികൾ. അപ്പോൾ അവരുടെ ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്ന മനസ്സും കാര്യങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന, കാര്യങ്ങളെ മനസ്സിലാക്കി തരുന്ന, ഓർമ്മിപ്പിക്കാൻ നമ്മളെ സഹായിക്കുന്ന ബുദ്ധിയും, ഇത് രണ്ടും പരസ്പരം ഒരു കോർഡിനേഷനില്ല. മനസ്സ് പലപ്പോഴും നമ്മൾ കണ്ടതിലേക്കും കേട്ടതിലേക്കും അല്ലെങ്കിൽ കാണുന്നതിലേക്കൊക്കെ പോകും. ഉദാഹരണത്തിന് ക്ലാസ്സിലിരിക്കുന്നു കുട്ടികൾ, അവിടെ ഒരു കുട്ടി വികൃതി കാണിച്ചുകൊണ്ടിരിക്കുക, അവനിങ്ങനെ എന്താ പറയുക പേപ്പർ കൊണ്ട് തോണി ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അവനിങ്ങനെ എയ്റോപ്ലെയിൻ ഉണ്ടാക്കുന്നു. ഇന്നത്തെ കുട്ടികൾ അതൊക്കെയാണല്ലോ ചെയ്യുക. അല്ലെങ്കിൽ അവൻ്റെ ഇപ്പം മൊബൈൽ ക്ലാസ്സിൽ കൊണ്ടു നടക്കുന്ന കുട്ടികളാണെങ്കിൽ മൊബൈലിൽ എടുത്തിട്ട് എന്തെങ്കിലും കാണിക്കുന്നു. അപ്പോൾ ക്ലാസ്സിൽ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടിയുടെ മനസ്സ് പെട്ടെന്ന് മൊബൈലിലേക്ക് പോയി, അല്ലെങ്കിൽ വേറൊരാളുടെ കുസൃതിയിലേക്ക് പോയി. അപ്പോൾ ആ കുട്ടിയുടെ ബുദ്ധി അറ്റൻഷൻ വിട്ടു. കാര്യങ്ങൾ എന്താ ടീച്ചർ പറയുന്നത് പിന്നെ കേൾക്കില്ല, പിന്നെ ഇവൻ ചെയ്യുന്ന കുരുത്തക്കേടുകളിലേക്ക് ശ്രദ്ധിക്കുകയാണ്. അപ്പം മനസ്സിൻ്റെ ഇൻട്രസ്റ്റ് പോയതോടുകൂടി ബുദ്ധി ഡൈവേർട്ടായി. അപ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ഇൻട്രസ്റ്റ് നഷ്ടപ്പെടുന്ന, മനസ്സിനെ മറ്റു പലതിലേക്കും വലിച്ചഴയ്ക്കുന്ന കാര്യങ്ങൾ ചുറ്റും നടക്കുമ്പോൾ നാം നമ്മുടെ ബുദ്ധിയെയും മനസ്സിനെ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും? ബുദ്ധിയുടെ അടുത്ത് തന്നെ മനസ്സിനെ പിടിച്ചു നിർത്തും, നമ്മുടെ കോൺസെൻട്രേഷൻ. അപ്പം അങ്ങനെയുള്ളവർക്കുണ്ടല്ലോ ഏത് കാര്യം പെട്ടെന്ന് ഗ്രഹിക്കാനും ഏത് കാര്യം പെട്ടെന്ന് ചെയ്യാനും സാധിക്കും.
അപ്പോൾ ഒരു മനസ്സ് ബുദ്ധിയുടെ ഒരു കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടാണ്, ഒരു ഇൻറ്റഗ്രിറ്റിക്ക് വേണ്ടിയിട്ടാണ്, ഒരു സിങ്കിങ്ങിന് വേണ്ടിയിട്ടാണ്, സിങ്ക്രണൈസേഷന് വേണ്ടിയിട്ടാണ് ഈ ജപിക്കുന്നതെന്ന് കുട്ടിക്ക് പറഞ്ഞു കൊടുത്താൽ കുട്ടിക്കത് മനസ്സിലായി. അപ്പോൾ കുട്ടി ജപിക്കും. ശരിയാണ്, എൻ്റെ മനസ്സ്, എൻ്റെ ബുദ്ധി, ഈ മനസ്സും ബുദ്ധിയും, മനസ്സിന് എപ്പോൾ ഇൻട്രസ്റ്റൊക്കെ നഷ്ടപ്പെടുന്നു അത് പലതിലേക്കും പോകുന്നു, ബുദ്ധിക്കൊന്നും പഠിക്കാൻ സാധ്യമല്ല, ബുദ്ധിക്ക് വികസിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഈ മനസ്സും ബുദ്ധിയും ഇൻറ്റഗ്രേറ്റ് ചെയ്യലാണ് നമ്മുടെ ലക്ഷ്യം. എങ്കിലേ നമുക്ക് നമ്മുടെ മേഖലകളിൽ കാര്യങ്ങളെ മനസ്സിലാക്കാനും കാര്യങ്ങളെ കൂടുതൽ ഉൾക്കാഴ്ചയോടുകൂടി കാണാനും അതുപോലെ മനസ്സിനെയും ബുദ്ധിയും വികസിപ്പിച്ച് മുന്നേറാനും സാധിക്കുകയുള്ളൂ. അതിൽ പ്രധാനപ്പെട്ട ഈ ബുദ്ധിയും മനസ്സും തമ്മിലൊരു സിങ്കിങ് വേണം, ഒരു കണക്ഷൻ വേണം, ഒരു പാരസ്പര്യത വേണം. ഇതൊക്കെ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അവരെ ജപത്തിലേക്കും മറ്റും കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരത് പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അവർ ചോദ്യം വരും, എൻ്റെ മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല, എൻ്റെ മനസ്സ് പലതിലേക്കും പോകുന്നു, അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഈ തരം ചോദ്യങ്ങൾ നമുക്ക് ഗീതയിൽ ഇനി കാണാൻ പോകുന്നുണ്ട്. അർജുനൻ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ കൃഷ്ണൻ പറഞ്ഞു കൊടുത്തപ്പോൾ ഉടനെ അർജുനൻ പറയുന്നു, ചഞ്ചലം ഹി മനഃകൃഷ്ണ പ്രമാദി ഫലവദ്രണം തസ്യാഹം നിഗ്രഹം മന്യേ വായോരി വസുദുഷ്കരം. കൃഷ്ണ, എൻ്റെ മനസ്സ് വളരെ ചഞ്ചലമാണ്, അങ്ങ് പറഞ്ഞ പോലെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ചോദ്യം അർജുനൻ്റെ അടുത്ത് വന്നതിന് കാരണം കൃഷ്ണൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അർജുനനത് പരിശീലിക്കുമ്പോഴാണ് അർജുനന് മനസ്സിലായത് മനസ്സിനെ പിടിച്ചു നിർത്തൽ അത്ര എളുപ്പമല്ല. അപ്പം അതുകൊണ്ട് ഭഗവത്ഗീത നമുക്ക് തരുന്ന ഈ ഒരു ഉൾക്കാഴ്ചയുണ്ടല്ലോ, ആ ഉൾക്കാഴ്ച നമുക്ക് സ്ഥിരതയോടുകൂടി നിലനിർത്തണമെങ്കിൽ അതിൽ രക്ഷിതാക്കൾക്ക് വലിയൊരു പങ്കുണ്ട്. ആ രക്ഷിതാക്കളുടെ പ്രധാനപ്പെട്ട, ഞാൻ ചെറിയ കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്, ചെറിയ കുട്ടികൾക്ക് രക്ഷിതാക്കൾ ചെയ്തു കൊടുക്കേണ്ട വലിയൊരു ഉപകാരം അവർക്ക് ഇത്തരം കാര്യങ്ങൾ ഡീപ്പിലി മനസ്സിലാക്കാനും അവർക്ക് അല്പമെങ്കിലും പ്രാക്ടീസ് ചെയ്യാനും അവർക്കൊരു പ്രേരണയും പ്രചോദനവും വഴി കാണിക്കാനും അച്ഛനമ്മമാർക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഇനിയുള്ളൊരു തലമുറയെങ്കിലും നമുക്ക് വലിയ വിപത്തിൽ നിന്നും രക്ഷിക്കാൻ സാധിക്കും. രാഷ്ട്രീയക്കാരുടെ കയ്യിലുള്ള ചാവേറുകളാവാതെ, അല്ലെങ്കിൽ അവർക്കുള്ള പടയാളികളാവാതെ, അവരുടെ കാര്യങ്ങൾ നടത്തിക്കൊടുക്കാനുള്ള വെറും ഏറാൻ മൂളികളാവാതെ, അതുപോലെ തന്നെ ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെടാതെ നമ്മുടെ കുട്ടികളെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വ്യക്തമായൊരു ജീവിത ദർശനം, ജീവിത മാർഗം കാണിച്ചു കൊടുത്തേ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും ശ്രദ്ധ ഈ കാര്യത്തിൽ വേണം. അച്ഛനമ്മമാർ വിചാരിക്കരുത്, ഞാൻ നല്ലോണം പൈസ ചിലവാക്കി സ്കൂളിൽ പറഞ്ഞേക്കുന്നുണ്ട്, ഞാൻ അവനെ എന്തൊരു എക്സ്പെൻസീവായിട്ടുള്ള സ്കൂളിലാണ് കൊണ്ട് ചേർത്തിയിരിക്കുന്നത്. പക്ഷെ നാളെ ആ കുട്ടിയുടെ മനസ്സ് താളം തെറ്റിയാൽ ആയുധമെടുത്തുകൊണ്ട് നിങ്ങളെ 20 വെട്ട് വെട്ടാൻ ആ കുട്ടി മടിക്കില്ല. കാരണം ലഹരിക്കും മറ്റും അത്ര ഭ്രാന്തുണ്ടാക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ തിരിച്ചറിയും കൂടെ വേണം. ലഹരി തലയ്ക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ അവൻ നിങ്ങളെ നോക്കുന്നത് നിങ്ങളെ അച്ഛനായിട്ടും അമ്മയായിട്ടല്ല, പണം കൊടുക്കാത്ത ക്രൂരന്മാരായിട്ടാണ്. അവന് വേണ്ടത് പണമാണ്. കാരണം ലഹരിക്ക് അത്രമാത്രം ഉന്മാദവും ലഹരിക്ക് അത്രമാത്രം ക്രൂരതയും അക്രമചിന്തയും ഉണ്ടാക്കാൻ സാധിക്കും. ഇതൊക്കെ ഗീതയിൽ 5000 വർഷം മുമ്പ് കൃഷ്ണൻ പറഞ്ഞാണ്. ധ്യായതോ വിഷയാൻ പും സത്സംഗസ്തേഷോപജായതേ സംഘാൽ സഞ്ജായതേ കാമ. വേണ്ടാത്ത കൂട്ടുകെട്ടിൽ ആർത്തി, ഒരു കാര്യത്തിന് വേണ്ടിയുള്ള അത്യാർത്തി വരുമ്പോൾ, അഡിക്ഷൻ വരുമ്പോൾ കാമാത് ക്രോധോഭിജായതേ, പിന്നെ അവൻ്റെ മനസ്സ് പിടിച്ചാൽ നിർത്താൻ പറ്റാത്ത അത്രമാത്രം ക്രൂര മനസ്സായി മാറി. ഒരു വൈൽഡ് ആനിമൽ പോലെയാണ്, ഒരു 4-5 ദിവസം ഭക്ഷണം കിട്ടാത്ത ക്രൂരമായ മൃഗത്തെ പോലെയാണ്, അക്രമകാരിയെ മൃഗത്തെപ്പോലെയായി തീർന്നു. ക്രോധാത് ഭവതി സമ്മോഹ, പിന്നെ അവന് സമ്മോഹം, കണ്ണ് കാണില്ല പറഞ്ഞാൽ ആരാണ് അച്ഛൻ അമ്മ അതൊന്നും അവൻ അറിയുന്നില്ല, അവനൊന്നും കാണുന്നില്ല, അവന് പൈസ വേണം, ലഹരിക്ക് അടിമപ്പെട്ടുപോയി. സമ്മോഹാൽ സ്മൃതി വിഭ്രമ, പിന്നെ അവൻ പണത്തിന് വേണ്ടി എന്ത് നായാട്ടും ചെയ്യും. സ്മൃതിഭ്രംശാൽ ബുദ്ധിനാശോ, പിന്നെ അവൻ അച്ഛനെയും അമ്മയല്ല കാണുന്നത്, അവൻ കാണുന്ന ശത്രുക്കളെയാണ്. പണം ചോദിച്ച് തരാത്ത ശത്രുക്കൾ, പണമുണ്ടായിട്ടും തരാത്തവർ. പിന്നെ അവൻ എന്താ ചെയ്യുക? ബുദ്ധിനാശാത് പ്രണശ്യതി, മുഴുവൻ നശിപ്പിച്ചടങ്ങും. 5000 വർഷം മുമ്പ് കൃഷ്ണൻ പറഞ്ഞല്ലേ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇന്ന് നമ്മുടെ ചുറ്റുപാട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ കണ്ടില്ല കേട്ടില്ല നടിക്കരുത്. ഇതിനൊക്കെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ട രീതിയിലുള്ള മാർഗനിർദ്ദേശം കൊടുക്കാൻ നമ്മുടെ രക്ഷിതാക്കൾക്ക് സാധിക്കണം. അതിനാണ് ഇനിയെങ്കിലും നമ്മൾ മുതിരേണ്ടത്. കാരണം ദിവസവും പത്രവാർത്ത കൊണ്ട് നമ്മുടെ പത്രങ്ങൾ നമുക്കൊരു വലിയൊരു മാർഗം തരികയാണ്. നോക്കൂ, ഇനിയെങ്കിലും ഉണരൂ, ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കൂ. ലോകം വഴിതെറ്റിക്കൊണ്ടിരിക്കുകയാണ്, സമൂഹത്തെ വഴിതെറ്റിക്കാൻ വലിയൊരു സമൂഹം മുന്നിലുണ്ട്. അതുകൊണ്ട് അവരുടെ കയ്യിലേക്ക് നമ്മുടെ കുട്ടികൾ വീഴരുത്. വെറും വിദ്യാഭ്യാസം മാത്രമാണ് ജീവിതം എന്ന് തെറ്റിദ്ധരിക്കരുത്. വിദ്യാഭ്യാസം മാത്രമായിരുന്നെങ്കിൽ ഈ ഡിഗ്രി കഴിഞ്ഞവൻ അച്ഛനെ വെട്ടാൻ നടക്കുമോ? അവൻ്റെ ഉള്ളിൽ ഭ്രാന്ത് തലയ്ക്ക് കയറി
എവിടുന്ന് കയറി? എവിടെയോ ഈ ഭ്രാന്ത് അവൻ്റെ തലയ്ക്ക് കയറാനുള്ള സാഹചര്യങ്ങളും സംവിധാനങ്ങളും സമൂഹത്തിലുണ്ടായിരുന്നു. ആരുണ്ടാക്കി വെച്ചു എന്നറിയില്ല. ഇപ്പം രാഷ്ട്രീയക്കാരൻ ഉണ്ടാക്കി വെച്ചു. നമ്മൾ പറഞ്ഞ രാഷ്ട്രീയക്കാരൻ നമ്മുടെ മേക്കെട്ട് കയറും. കാരണം അവർക്ക് പോലും ഇതിൽ ഉത്തരവാദിത്വമുണ്ട്. അപ്രകാരം പലരും ഒരുക്കി വെച്ചിരിക്കുന്ന ഇങ്ങനെയുള്ള മനസ്സിൻ്റെ താളം തെറ്റുന്ന ലോകത്തിലേക്ക് പാവം വഴുതി വീഴുന്ന കുട്ടികൾ പിന്നീട് അക്രമകാരികളായില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അച്ഛനമ്മമാരൊന്ന് കണ്ണു തുറക്കൂ. ഇനിയെങ്കിലും ഒരു കുട്ടിയും ക്രൂരനാവാതിരിക്കണമെങ്കിൽ അവർക്ക് ചെറുപ്പത്തിൽ തന്നെ വ്യക്തമായൊരു മാർഗം കാണിച്ചു കൊടുക്കണമെങ്കിൽ ഗീതയും സത്സംഗവും ഒക്കെ വേണം, സാധനയൊക്കെ വേണം. നമുക്ക് ഗീത പഠിക്കണം, ഡെയിലി സാധന ചെയ്യിക്കണം, സത്സംഗങ്ങൾ വേണം. അവരുടെ ജീവിതത്തിൽ വ്യക്തമായൊരു മാർഗം അവർക്ക് മനസ്സിലാവണം. എന്താണ് ശരിക്കുള്ള സുഖം? ഈ ലഹരിയാണോ എനിക്ക് സുഖം തരുന്നത്? അല്ലെങ്കിൽ തെറ്റായ കൂട്ടുകെട്ടാണോ? ഞാൻ ഈ ലോകത്തിൻ്റെ അടിമയായിത്തീരേണ്ടവനാണോ? ലോകത്തിൻ്റെ ഉടമയായിത്തീരണോ? ഈ ലോകത്തെ നയിക്കാനുള്ള കഴിവ് എനിക്കുണ്ടോ? എവിടുന്ന് എനിക്ക് ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും? ഞാൻ ഈ ദുർബലനായി, വിഷമമുള്ളവനായി, വേദനയുള്ളവനായി, അസ്വസ്ഥനായി ഇങ്ങനെ പിരിമുറുക്കവും അനുഭവിച്ച് ജീവിക്കേണ്ടവനാണോ? അതോ ലോകത്തിന് ശാന്തിയും സമാധാനവും ഐക്യവും കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഉന്നതിയും കൊടുത്തുകൊണ്ട് മുന്നേറാൻ കഴിവുള്ള ആളാണോ? ഇതൊക്കെ ആര് പറഞ്ഞു തരും? അപ്പം നമുക്ക് നമ്മുടെ യഥാർത്ഥമായ സ്വരൂപത്തെ മനസ്സിലാക്കി തന്ന് നമ്മുടെ കഴിവും ശക്തിയും നമ്മുടെ ഉള്ളിലുള്ള ആത്മീയമായ ഫലവും നമുക്ക് കാണിച്ചു തന്നുകൊണ്ട് നമ്മളൊരു ശ്രേഷ്ഠനായ വ്യക്തിത്വമാക്കി മാറ്റിയെടുക്കാൻ ഭഗവത്ഗീതയ്ക്ക് സാധിക്കുമെങ്കിൽ ഈ ഗീത പഠിക്കണ്ടേ? ഈ ഗീത മനസ്സിലാക്കണ്ടേ? അതിന് നമ്മളെ കുട്ടികളെ പ്രാപ്തരാക്കണ്ടേ? അവരുടെ ഉള്ളിൽ ചോദ്യങ്ങളുണ്ടാവാൻ അവരെ ആ രീതിയിൽ വളർത്തിയെടുക്കണ്ടേ? അതിനൊന്നും അച്ഛനമ്മമാർക്ക് സമയമില്ല എന്ന് പറഞ്ഞാൽ ശരി, ഡിഗ്രി പഠിപ്പിക്കൂ. അവസാനം അവരുടെ ക്രൂരയ്ക്ക് അടിമപ്പെട്ടുകൊണ്ട് പിടഞ്ഞ് മരിക്കുക. അല്ലാതെ എന്ത് പറയാനാണ്? അതല്ല, നമുക്ക് അവരെ വളർത്തിയെടുക്കണം, അവരെ മാറ്റിയെടുക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഗീതയും സാധനയും അതുപോലെ സത്സംഗവും ഒക്കെ നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് അവരെ കൊണ്ടുവരണം. അതിന് അച്ഛനമ്മമാർ തന്നെ വേണം. ഞാൻ ഇന്നലെയും പറഞ്ഞു, കഴിഞ്ഞ ദിവസത്തിലൊക്കെ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്, മാതാപിതാ ഗുരുദൈവവും. മാതാവും അച്ഛനും ഒക്കെയാണ് ആദ്യത്തെ ഗുരുക്കന്മാർ. അവരിൽ നിന്നാണ് ഈ പ്രചോദനം ഉണ്ടാവേണ്ടത്. ഈ പ്രചോദനത്തിൽ നിന്നാണ് ജിജ്ഞാസ ഉണ്ടാവുന്നത്. ജിജ്ഞാസ ഉണ്ടപ്പോഴാണ് സത്സംഗങ്ങളിൽ പോയി ആചാര്യന്മാരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോഴാണ് പരിപ്രശ്നേന സേവയ ഉപദേശന്തിതേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിന. മഹാന്മാരായിട്ടുള്ള ആളുകളിൽ നിന്നും വ്യക്തമായ ജീവിത ഉത്തരങ്ങൾ കിട്ടുമ്പോൾ അത് ജീവിതത്തിൽ അനുഷ്ഠിക്കുമ്പോൾ ആ ജീവിതം പാടെ മറിഞ്ഞ് ഒരു ഉത്കൃഷ്ടതയിലേക്ക് മാറുന്നത്. അടിമയാവേണ്ട ഒരാൾ ഉടമയായിത്തീരുന്നു. അടിമയായി തീരേണ്ടയാൾ ലോകത്തിൻ്റെ മാർഗദർശിയായിത്തീരുന്നു, ലോകത്തിന് വഴികാട്ടിയായിത്തീരുന്നു. ഒരു ഇരുട്ടിലേക്ക് പോകേണ്ട ജീവിതം വെളിച്ചമായി മറ്റുള്ളവർക്ക് വെളിച്ചം പകർന്നു പോകുന്നു. ഇത് നമുക്ക് സാധിക്കും, ഇത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അപ്പം അതിനാണ് ഗീത പഠിക്കേണ്ടത്, അതിനാണ് ഗീത മനസ്സിലാക്കേണ്ടത്. ഏതായാലും അപ്രകാരം ആരുടെ ജീവിതത്തിലാണോ പരിപ്രശ്നേന സേവയ നിരന്തരമായ അനുഷ്ഠാനത്തിലൂടെ പരിപ്രശ്നേന മനസ്സിൽ ഉരുത്തിരിയുന്ന ചോദ്യങ്ങളെ ആരാണോ ഗുരുക്കന്മാരടുത്ത് പോയിട്ട് ആരാണോ ഇതിനുള്ള ഉത്തരം കണ്ടെത്തുന്നത് അവർക്കുണ്ടാകുന്ന പരിവർത്തനങ്ങൾ അടുത്ത ശ്ലോകത്തിൽ കൃഷ്ണൻ വിശദമായി പറയുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, പ്രണാം. വേദവ്യാസ കവിത